നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പായസമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പഴുത്ത നല്ല മീഡിയം സൈസ് ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഈ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ചെത്തി ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരട്ടെ. അപ്പം നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ പീസുകളാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം നമ്മൾ തൊലിയെല്ലാം ചെത്തിയെടുത്തിട്ട് ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇതിൻ്റെ നടുഭാഗം നമ്മൾ എടുക്കത്തില്ല കേട്ടോ. അപ്പം നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു മാറ്റാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. നടുഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇത് നമ്മൾ ഉപയോഗിക്കില്ല, അത് മാറ്റി വയ്ക്കുക. ഇനി ഇതെല്ലാം നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇതേപോലെ നടുഭാഗം മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം. ഇതുപോലെ തീരെ ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പൈനാപ്പിൾ എന്ന് വെച്ചാൽ നല്ല വേവുള്ളൊരു ഫ്രൂട്ട്സാണ്. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് തന്നെ ഇത് അരിഞ്ഞെടുക്കണം. നമ്മൾ പൈനാപ്പിൾ എല്ലാം ചെറിയ പീസുകളാക്കി അരിഞ്ഞ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 4 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ല വേവുള്ളത് കൊണ്ടാണ് നമ്മൾ കുക്കറിനകത്തിട്ട് വേവിക്കുന്നത്. 4-5 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം. നന്നായിട്ട് വേകണം. പൈനാപ്പിൾ നന്നായിട്ട് വെന്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. വെള്ളം ഒന്നും ചേർക്കണ്ട. ലോ ഫ്ലെയിമിലിട്ട് നമ്മളിത് വേവിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിടണ്ട. 4 വിസിലോ 5 വിസിലോ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കരുത്. അപ്പോൾ കളറ് പോരെന്നുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ അപ്പോൾ അവിടെ ഇത് വെന്ത് വരട്ടെ. നമുക്കിനി ഇത് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ പായസത്തിന് ചവ്വരി കൂടുതൽ ചേർക്കണം. കാരണം എന്ന് വെച്ചാൽ പൈനാപ്പിളിന് കൊഴുപ്പ് കുറവല്ലേ. അപ്പോൾ കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചവ്വരി കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് ചവ്വരിയോളം നമ്മൾ എടുത്ത് 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിയിട്ട് വെച്ചാണ്. അങ്ങനെ വെള്ളത്തിയിട്ട് വെക്കുന്നത് ചവ്വരി പെട്ടെന്ന് വേകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 1/2 ലിറ്റർ വെള്ളമോളം വെച്ചിട്ടുണ്ട്. ഒരു ചരുവത്തിൽ അത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്കിട്ട് നമുക്ക് ചവ്വരി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചവ്വരിയാണ്. അതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ ചവ്വരി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചവ്വരി നന്നായിട്ട് വെന്താൽ മതി. വെന്തങ്ങ് അലിന്ന് പോകരുത്. നന്നായിട്ട് വേകണം. നമ്മൾ ഇത്രയും വെള്ളത്തിൽ വേവിക്കുന്നതെന്ന് വെച്ചാൽ ചവ്വരി അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ വെച്ച് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒട്ടിയിരിക്കും. അങ്ങനെ ഒട്ടിയിരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ലിറ്റർ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൽ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ 3 വിസിൽ വന്ന്. അപ്പോൾ 2 വിസിലൂടെ വന്നിട്ട് നമുക്കത് ഓഫാക്കാം. ഇപ്പോൾ ഒരു 5 വിസിലോളം വന്ന് നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി ഇത് ഇവിടെ നന്നായിട്ട് ഇത് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ആ സമയത്ത് നമുക്ക് ചവ്വരി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റി തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. നമുക്ക് ഇതേപോലെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. സ്റ്റാർച്ച് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കഴുകുന്നത്. ഉണ്ടല്ലേ. ഇനി നമുക്കിതൊന്ന് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ചവ്വരി എല്ലാം നന്നായിട്ട് കഴുകി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് മാറ്റി വെച്ച് ഇനി ഇതിവിടെ ഇരിക്കട്ടെ. കുക്കർ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്തില്ല എങ്കിലും കണ്ട പൈനാപ്പിളിൻ്റെ ആയിട്ടുള്ള ഒരു വെള്ളമുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട്
നെയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ നെയ്യിലാണ് നമ്മളിനി പൈനാപ്പിൾ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് പൈനാപ്പിൾ ഇട്ടിട്ട് കൊടുക്കാം. പൈനാപ്പിൾ 5 വിസിൽ വരുന്നവരെ വേവിച്ചെങ്കിലും നന്നായിട്ട് വെന്തലിഞ്ഞൊന്നും പോയിട്ടില്ല, കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൈനാപ്പിളിൻ്റെ ജലാംശം എല്ലാം വറ്റുന്നവരെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞെങ്കിൽ പോലും പൈനാപ്പിൾ വെന്തലിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാമല്ലോ പൈനാപ്പിൾ നല്ല വേവുള്ള ഒരു ഫ്രൂട്ട്സ് ആണെന്ന്. നല്ല വേവുള്ള ഫ്രൂട്ട്സ് ആണ്, അതുകൊണ്ടാണ് അത് വെന്തലിഞ്ഞ് പോകാഞ്ഞത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 മിനിറ്റോളം ഇത് വഴറ്റി കൊടുത്തതിന് ശേഷമാണ് ഇതിനകത്ത് ജലാംശം എല്ലാം വറ്റി തീർന്നത്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര മെൽറ്റായി വരുമ്പം കുറച്ചുകൂടി വെള്ളം ഉള്ളതുപോലെ നമുക്ക് തോന്നിക്കും. ഇതെല്ലാം മെൽറ്റായി വരുമ്പോൾ ഒന്നുകൂടെ ജലാംശം ഉണ്ടാവും. ഇനി ഈ പഞ്ചസാര എല്ലാം പൈനാപ്പിളിലേക്ക് നന്നായിട്ട് പിടിച്ചു വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ നെയ്യിലും പഞ്ചസാരയിലും കിടന്ന് പൈനാപ്പിൾ നന്നായിട്ട് ഒന്ന് മെൽറ്റാണ്, നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റായി അതിൽ കിടന്ന് പൈനാപ്പിൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. എല്ലാം ഇപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് വെന്തുടഞ്ഞു. ഇനി ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ പൈനാപ്പിൾ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പാലൊന്ന് കാച്ചിയെടുക്കാം. നമ്മൾ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പാലിനകത്ത് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കരുത്, നല്ല കട്ടിപ്പാൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ 1 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പശുവിൻ പാലാണ്, തേങ്ങാപ്പാലല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്ക് കാച്ചിയെടുക്കാം. നന്നായിട്ട് കുറുകി വരണം, അതുവരെ നമുക്കൊന്ന് കാച്ചിയെടുക്കാം. ഇപ്പോൾ പാലിലേക്ക് നമ്മൾ 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ പാലിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കണം. പാല് നന്നായിട്ട് തിളച്ച് കുറുകി വരണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. പാട ചൂടരുത്, പാട ചൂടാതിരിക്കാൻ നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പാലെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് മധുരത്തിന് ആവശ്യമായ മധുരം അവരവരുടെ ഇഷ്ടത്തിനിടാം. നമുക്കിപ്പോൾ ഒരു വലിയ 2 സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. കൂടുതൽ മധുരം വേണ്ട ആളുകൾക്ക് കൂടുതൽ മധുരം ചേർക്കാവുന്നതാണ്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുറുക്കി പറ്റിച്ചെടുക്കാം. അപ്പോൾ പാലിലേക്ക് നമ്മൾ 2 സ്പൂൺ, അതായത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത്, പിന്നെ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത്, ചവ്വരി വേവിച്ചത് ചേർത്ത്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ ഇരുന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷമേ നമ്മൾ പാലും നന്നായിട്ട് തണുക്കണം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പൈനാപ്പിൾ നന്നായിട്ട് തണുക്കണം, പാലും നന്നായിട്ട് തണുക്കണം. നമ്മുടെ പാൽ ഏതാണ്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഒരു കുറച്ച് നേരം കൂടി ഒന്ന് ആയിക്കോട്ടെ. ഇല്ലേ, നന്നായിട്ട് കുറുകി വറ്റി വരണം. അന്നേരമാണ് നമ്മുടെ പായസത്തിന് തനതായ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ് പൈനാപ്പിൾ പായസം. അപ്പം നിങ്ങളും എല്ലാവരും, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ജനുവരി 26, അതോടനുബന്ധിച്ചാണ് ഒരു മധുരം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇന്ന് ഈ പായസം ഇവിടെ തയ്യാറാക്കുന്നത്. റിപ്പബ്ലിക് ഡേ അല്ലേ, മധുരം കുറവാണ്. നമുക്ക് 2 സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഇടത്തര സ്പൂണിന് 4 സ്പൂൺ പഞ്ചസാര ഇപ്പം ചേർത്ത് കൊടുത്ത്, പൈനാപ്പിളിനകത്തേക്ക് 2 സ്പൂൺ, അതായത് ഒരു 1/2 കിലോയിൽ കൂടുതൽ പഞ്ചസാര ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കിലോഗ്രാം കണക്ക് പറയുകയാണെങ്കിൽ 1/2 കിലോയിൽ കൂടുതൽ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലൊക്കെ നന്നായിട്ട് കുറുകി തുടങ്ങി.
അപ്പോൾ പാലെല്ലാം നന്നായിട്ട് കുറുകി കണ്ടില്ലേ, നന്നായിട്ട് വറ്റി കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പൈനാപ്പിളിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് തണുപ്പിച്ചുകൊണ്ട് വരാം. പൈനാപ്പിൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, പാല് നന്നായിട്ട് തണുത്ത്. ഇനി ഇത് നമുക്ക് പാല് നമുക്ക് പൈനാപ്പിളിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതാണ്, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാല് കുറേശ്ശെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് തണുത്തതിന് ശേഷം ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അതല്ലേ, നല്ല കുറുകിയ പായസമായി. നമ്മൾ ചവ്വരി ചേർത്തപ്പോൾ നന്നായിട്ട് കുറുകി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചവ്വരി കൂടുതൽ ചേർത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നമുക്ക് നന്നായിട്ട് നെയ്യിൽ മൂപ്പിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കിസ്മിസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി പായസം ഇവിടെ റെഡിയായി. പൈനാപ്പിൾ പായസം ഇവിടെ റെഡിയായി. ഇത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നന്നായിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്ലേവർ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഒരു വെറൈറ്റി പായസമായ പൈനാപ്പിൾ പായസം നമ്മളിവിടെ റെഡിയാക്കി. അപ്പോൾ ഈ പൈനാപ്പിൾ പായസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്